ഇസ്ലാമിലെ 6 അടിസ്ഥാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇസ്ലാമിന്റെ പ്രധാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കതിലേക്ക് കിടക്കാം. ഒരു മുസ്ലിമിന്റെ വിശ്വാസം പ്രധാനമായും 6 തൂണുകളിലാണ് നിലനിൽക്കുന്നത്. ഒരേയൊരു സൃഷ്ടാവിൽ വിശ്വസിക്കുക. അതാണ് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തൂൺ. മുസ്ലിങ്ങൾ ഈ ഏകദൈവത്തെ അല്ലാഹു എന്ന് വിളിക്കുന്നു. അവനാണ് പങ്കുകാരില്ലാത്ത ഏക സൃഷ്ടാവ്. ശരി, അപ്പോൾ അല്ലാഹു മനുഷ്യരുമായി എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? അത് പ്രവാചകന്മാരിലൂടെയാണ്. ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരൊക്കെ അതിൽ ഉൾപ്പെടും. അതിൽ തന്നെ മുഹമ്മദ് നബിയാണ് അവസാനത്തെ പ്രവാചകനെന്നാണ് ഇസ്ലാമിക വിശ്വാസം. പ്രവാചകന്മാർ വഴി വിശുദ്ധ ഗ്രന്ഥങ്ങളും എത്തി. അതിൽ മുസ്ലിങ്ങളുടെ പ്രധാന ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആൻ അല്ലാഹുവിന്റെ യാതൊരു മാറ്റവും വരാത്ത വചനങ്ങളാണെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ കഴിയാത്തൊരു ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് വരാം. അദൃശ്യലോകം. അതായത് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മലക്കുകൾ അഥവാ മാലാഖമാരിലുള്ള വിശ്വാസം. അടുത്ത വിശ്വാസങ്ങൾ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തത്തെയും ദൈവീക പദ്ധതിയെയും കുറിച്ചാണ്. എല്ലാവരും അവരവരുടെ പ്രവൃത്തികൾക്ക് വിചാരണ നേരിടുന്ന ഒരന്ത്യവിധി നാളുണ്ടെന്ന വിശ്വാസം. അതായത് ജീവിതത്തിലെ നമ്മുടെ ഓരോ വാക്കിനും പ്രവൃത്തിക്കും കൃത്യമായ ഫലമുണ്ടാകും. അവസാനത്തേത് വിധിയിലുള്ള വിശ്വാസമാണ്. ഇതിനെ ഖദർ എന്നും പറയും. ലളിതമായി പറഞ്ഞാൽ എല്ലാം നടക്കുന്നത് ദൈവത്തിന്റെ അറിവോടും പദ്ധതിയോടും കൂടിയാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ ചേർന്നാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയാവുന്നത്. ഇവിടെയാണ് ഒരു ചോദ്യം വരുന്നത്. ഈ വിശ്വാസങ്ങൾ ഒരാളുടെ ജീവിതത്തെ എങ്ങനെയാകും സ്വാധീനിക്കുക?